ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ സമൃദ്ധമായിട്ട് ഈ പുതിയ പ്രഭാതത്തിൽ, ഈ പുതിയ ദിവസത്തിൽ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് എന്ന പ്രോഗ്രാമിലേക്ക്, ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി. പ്രിയപ്പെട്ടവരെ, സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡുകൾ കുറേ നാളുകളായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നിന്നുപോയി. വീണ്ടും പുനരാരംഭിക്കണം എന്ന പ്രാർത്ഥനയോടെ എടുത്ത തീരുമാനത്തിൽ അധിഷ്ഠിതമായിട്ട് ഞാൻ വീണ്ടും ആരംഭിക്കുകയാണ്. ദൈവവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുക. അത് ഏറിയാൽ 5 മിനിറ്റ്, അതിൻ്റെ അപ്പുറം ഞാൻ പോവുകയില്ല എന്ന് നിങ്ങൾക്ക് വാഗ്ദാനം തരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു വചനം നിങ്ങൾ പഠിക്കുക. ഞാനും നിങ്ങളും ദൈവവചനത്തിൽ ആരംഭിക്കുക. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് ദൈവവചനത്തിൽ ജീവിക്കുക. ദൈവവചനം, ദൈവം പറയുന്നത് പോലെ ജീവിച്ചാൽ എത്ര മനോഹരമായ ജീവിതം നമുക്കെല്ലാവർക്കും ലീഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. ബിക്കോസ് ഗാഡ് ലവ്സ് us. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈശോയോടൊപ്പം ജീവിക്കുക. ഇന്ന് വചനം പഠിക്കുകയും വചനം വായിക്കുകയും ചെയ്യേണ്ട ആവശ്യകത ഏറി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ന് നമുക്ക് ആ വചനത്തിൽ നിന്ന് ആരംഭിക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 3-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്. ആ വചനം നന്നായിട്ടൊന്ന് പഠിക്കണേ. ആ വചനം ഇങ്ങനെയാണ് പറയുക: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. എത്ര മനോഹരമായിട്ട് നമുക്കെങ്ങനെ അനുഗ്രഹം നേടാം എന്ന് ഈശോ പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിലൊക്കെ ഒരുപാട് ദൈവവചന പഠനവേദികൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ദ ഡെയിലി ബ്ലെസ്സിങ് എന്ന പേരിൽ വയലാമണ്ണിൽ അച്ഛൻ്റെ വചന പഠന വേദിയുണ്ട്. വചനം ഒരു അനുഗ്രഹമാക്കി നമുക്ക് എല്ലാ പ്രഭാതത്തിലും തരുന്നുണ്ട്. വചന വയലെന്ന വചനം പഠിക്കുവാനുള്ളൊരു വേദിയുണ്ട്. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെ ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന ബൈബിൾ വായനാ പദ്ധതിയുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ, ഞാൻ ഈ പ്രോഗ്രാമൊക്കെ എല്ലാ ദിവസവും സ്നേഹത്തോടെ വീക്ഷിക്കുന്ന, കാണുന്ന, അത് പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാ ദിവസവും നമുക്ക് വചനം പഠിക്കുവാൻ അവസരമേറെയുണ്ട്. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വചനത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് നാം പഠിക്കുന്ന വചനം വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. വചനം ഇതാണ്: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പാലിക്കുന്നവർ അനുഗ്രഹീതർ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നവ പാലിക്കുന്നവരും അനുഗ്രഹീതർ. എത്ര മനോഹരമായിട്ടാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാം. ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ഒരു വചനത്തോടു കൂടി ആരംഭിച്ച് എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനത്തിൽ ജീവിക്കുക. ഈ ലോകം തരുന്ന സന്തോഷം അത് നൈമിഷികമാണ്. ഒരുപാട് നാളൊന്നും നിൽക്കില്ല. ചിലതൊക്കെ വളരെ പെട്ടെന്ന് അവസാനിക്കും. സാമ്പത്തികമാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഏതെങ്കിലും നല്ലൊരു കാര്യം നടക്കുന്നു നമ്മുടെ ഭവനത്തിൽ, അതിൻ്റെയൊക്കെ സന്തോഷമാണെങ്കിലും അത് ഏറെ നാൾ നിൽക്കുകയില്ല. വളരെ ചുരുങ്ങിയ സമയം. എന്നാൽ ഈശോ തരുന്ന സന്തോഷം, ദൈവം തരുന്ന സന്തോഷം, അത് നിത്യകാലം നിലനിൽക്കുന്നതാണ്. ആ സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കാം, അനുഗ്രഹത്തിനായിട്ട് ആഗ്രഹിക്കാം. മറക്കരുത്, വെളിപാട് പുസ്തകം 1:3. എല്ലാവരും പഠിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.